ഇയാളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. നാട്ടുകാർ ഈ വാർത്ത അറിഞ്ഞത് മുതൽ പല ആളുകൾ കൃത്യമായി ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതിൽ ഓട്ടോ തൊഴിലാളികളുണ്ട്, മനുഷ്യരുണ്ട്, ഒരു വിദ്യാർത്ഥി ആദ്യം ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതിനുശേഷം ഈ കാർഡ് വായിക്കാനെത്തിയ, കാർഡ് വെട്ടിത്തെളിക്കാനെത്തിയ ഒരു സ്ത്രീ, ഇങ്ങനെ ഈ ആളുകളുടെ ഇൻഫർമേഷൻ പ്ലസ് CCTV ദൃശ്യങ്ങൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി, ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇയാളിലേക്ക് എത്താൻ, ഇന്ന സ്ഥലത്ത് ഈ റേഡിയസിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതുകൊണ്ടാണല്ലോ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത്. അതിൽ ഈ ജനങ്ങൾ കാണിച്ച ജാഗ്രതയെ താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും. കാരണം ഇതുപോലെയുള്ള ക്രിമിനൽസ് ഒന്നും കേരളത്തിൽ ഇനി സ്കോപ്പില്ല, ഇറങ്ങി നടക്കാനൊന്നും കഴിയില്ല. പൊതുജനങ്ങൾ അത്ര അലർട്ടാണ്. ഈ ഒരു സംഭവം ചാടിയപ്പം മുതലേ പോലീസ് ഉദ്യോഗസ്ഥക്കാരൊക്കെ കൂടുതൽ അവിടെ പൊതുജനങ്ങളാണ് ജാഗരൂകരായത്. അവരാണ് ഇവനെ പിടിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇവനെ പിടിക്കാൻ പറ്റിയത്. അത് തന്നെയല്ല അവരുടെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വേണം. അവന് ഒരാൾ അവിടെ പാർട്ടി ഓഫീസിൽ പോയി ആളെ കൂട്ടാൻ പോകുന്നു, പോലീസിന് ഒരാൾ അറിയിക്കുന്നു. അത് തന്നെ അവർ തന്നെ പറയുന്നത് ഇന്ന CCTV ദൃശ്യം നോക്കിയാൽ ഇയാളാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അത്ര നിശ്ചയമാണ് പോലീസിനെക്കാട്ടിലും ഓരോ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളൊക്കെ. അതുകൊണ്ട് ആ പൊതുജനങ്ങളത്തെ അതിനോട് സഹകരിച്ചവരെയൊക്കെ അഭിനന്ദിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രിമിനലിനെ പിടിക്കാൻ കഴിയില്ല, കുറേ താമസിക്കും എന്നാണ് ഞാൻ കരുതിയത്. കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ തന്നെ ഉണ്ട്, ആ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ശ്രമഫലമായി കൂട്ടായ ഒരു പ്രയത്നം, പോലീസിനെക്കാട്ടിലും കൂടുതൽ നാട്ടുകാർ അവരുടെ ഉത്തരവാദിത്തം കടമ നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വ്യക്തികളെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അത് പോലീസ് ആ ഓട്ടോറിക്ഷ തൊഴിലാളിക്കും ആ ഒരു ലേഡിയുണ്ട് ഇവനെ കണ്ട് അരമണിക്കൂർ മുമ്പ് ഇതിലേ പോയി എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തവരെ തീർച്ചയായും അഭിനന്ദിക്കുക മാത്രമല്ല, അവർക്ക് പോലീസ് ഒരു റിവാർഡ് പ്രഖ്യാപിക്കാൻ അതിന് ഫണ്ടും ഉണ്ട്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇതുപോലെയുള്ള അവസരത്തിൽ പൊതുജനം അവൻ്റെ പൗരധർമ്മത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്തം കാണിക്കുന്ന പോലീസിനെ പോലെ തന്നെ. അതുകൊണ്ട് അവരെ എപ്പോഴും നമ്മൾ ശ്ലാഘിക്കുക മാത്രമല്ല, അവർക്ക് റിവാർഡ് തീർച്ചയായിട്ടും കൊടുക്കണം. എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അത് DGP ശ്രദ്ധിക്കണം, അത് ചാനലുകാരും ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ. നമുക്കറിയാം സൗമ്യയുടെ ആ ഒരു കൊലപാതകം നടന്ന് എത്ര പ്രാവശ്യം നമ്മളൊക്കെ ചാനലിൽ ചർച്ച ചെയ്തിരുന്നു. സൗമ്യയുടെ അമ്മയെ ഇപ്പം നിങ്ങൾ മാതൃഭൂമി ഇൻ്റർവ്യൂ ചെയ്തു. അവരുടെ കരച്ചിൽ ചിലപ്പം പറയാൻ ഒക്കില്ല. ഈ ഗോവിന്ദസ്വാമിയുടെ ചിന്ത എന്താണെന്ന്, അവർക്ക് ഇവനിങ്ങനെ വാഗബോണ്ടായിട്ട് നടന്നാൽ ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ അമ്മ കോടതിയിൽ കൊടുത്ത മൊഴിയാണ് അവന് ജീവപര്യന്തത്തേക്ക് വന്നതെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവനെ വീണ്ടും അവരെ ആക്രമിക്കാനുള്ള സാധ്യത. ക്രിമിനലാണ് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങി നടക്കുന്നത് സമൂഹത്തിന് ആപത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ നന്ദി താങ്കളുടെ ഇൻസൈറ്റ്സ് ഞങ്ങളുമായി പങ്കുവച്ചതിന് ശ്രീ ജോർജ് ജോസഫ്. എന്തായാലും കേരളത്തിന് ആശ്വസിക്കാം, സ്ത്രീകൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഗോവിന്ദച്ചാമി അകത്ത് തന്നെയുണ്ട്, ഗോവിന്ദച്ചാമി പുറത്തല്ല ഉള്ളത്. ഗോവിന്ദച്ചാമി ജയിലഴി വളച്ച് പുറത്ത് ചാടി രക്ഷപ്പെട്ടുവെങ്കിലും കണ്ണൂർ വിടാൻ, തളാപ്പ് വിടാൻ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞില്ല. തളാപ്പിലെ ആളൊഴിഞ്ഞ, കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ ഒളിക്കാൻ ശ്രമിച്ചിട്ടും തൂക്കിയിരിക്കുന്നു പോലീസ്. ആ തൂക്കിയ ഓപ്പറേഷൻ മാതൃഭൂമി ന്യൂസിലൂടെയാണ് പ്രേക്ഷകർ കേരളമെമ്പാടും ലോകമെമ്പാടും തത്സമയം കണ്ടത്.